ഹേയ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓലയുടെ ഭാഗത്തു നിന്നൊരു തകർപ്പിന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓഫർ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാനാണ് വന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ് ഓല S1X Plusനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഓല S1Xനെ കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ചെയ്യാത്ത കാരണം വേറെ ഒന്നുമല്ല, ഓലയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല S1X കുറേ നാൾ മുന്നേ ലോഞ്ച് ചെയ്തതാണ്, പക്ഷേ അവർ പ്രീ ബുക്കിംഗ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാളുടെ ആൾക്കാരുടെ ഒരു ചോദ്യമാണ് എപ്പോഴാണ് അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളൊക്കെ, ഡേറ്റ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഓല അത് റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാവേഷ് അഗർവാൾ അവിടെ CEO ആണ്. പുള്ളി ഓൺലൈനിൽ വന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻലി പറയുന്നത് സർവീസ് റിലേറ്റഡ് കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പുതിയൊരു വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിന്ന് വീഡിയോ നോക്കുന്നുണ്ട്, അവിടെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിൽക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ വെബ്സൈറ്റിൽ ഓലയുടെ S1X എന്നുള്ള വേരിയൻ്റ് ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിന് ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ഭാവേഷ് അഗർവാളിൻ്റെ ലൈവ് ഇവൻറ്റിന് ശേഷം അവരത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇനി മുതൽ ഓലയുടെ S1X നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് മുന്നേ നമുക്ക് പ്രീ ബുക്കിംഗ് മുന്നായിട്ട് വണ്ടി വെർത്താണോ, എന്തൊക്കെ ഓഫേഴ്സ് അതിലുള്ളത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണല്ലോ നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി ഓല S1X വരുന്നത് 2 ബാറ്ററി പാക്ക് വേരിയൻ്റിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വേരിയൻറ്റ് വന്നിട്ട് 2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. രണ്ടാമത്തെ വേരിയൻറ്റ് വന്നിട്ട് 3 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക്. അങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസിലാണ് ഓല S1 വരുന്നത്. ആക്ച്വലി അതിൻ്റെ കൂടെ വേറെ കാര്യമുള്ളത്, പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓല S1Xൻ്റെ 2 കിലോവാട്ടും 3 കിലോവാട്ടിൻ്റെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ സന്തോഷ വാർത്ത ഉള്ളത്, ഒരു പുതിയൊരു വേരിയൻറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വേറെ ഒന്നല്ല, 4 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്ന ഒരു വേരിയൻറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓല S1 3 ബാറ്ററി പാക്ക് ഓപ്ഷൻസ് വരുന്നു. ഒന്ന് വന്നിട്ട് 2 കിലോവാട്ട്, ഒന്ന് വന്നിട്ട് 3 കിലോവാട്ട്, ഒന്ന് വന്നിട്ട് 4 കിലോവാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 4 കിലോവാട്ട് വേരിയൻ്റ് ആവശ്യപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, കുറേ ആൾക്കാർക്ക് അധികം ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, അവർക്ക് റേഞ്ച് കൂടുതൽ വേണം, അതിനൊപ്പം തന്നെ പ്രൈസ് കുറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുക, അവരെ ഒരു കൺസിഡർ ചെയ്തിട്ടാണ് ഓലയുടെ പുതിയ വണ്ടിയെ 4 കിലോവാട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വേറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, അവർ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്താലും ഏപ്രിൽ 2024 ഡെലിവറീസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ വണ്ണെ പോലെ അല്ല ഓല നമുക്കറിയാം. അപ്പോൾ ഓല പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡീലാണ്. കാരണം 3 ബാറ്ററി പാക്കിൽ വണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ബുക്കിംഗ്സ് വരാൻ ചാൻസ് ഉള്ള വണ്ടി തന്നെയാണിത്. കാരണം വേറെ ഒന്നല്ല, അധികം ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല, ബേസിക് വേരിയൻ്റ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ധാരാളം ബുക്കിംഗ്സ് കിട്ടാനുള്ള ചാൻസ് ഉള്ള വണ്ടി തന്നെയാണിത്. നമ്മളതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് വരുന്നത് ടോപ്പ് സ്പീഡ് വന്നിട്ട് 90 km/h ആണ് ടോപ്പ് സ്പീഡ്. അതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് 190 km ആണ്. അത് എക്കോ മോഡിലാണ് 190 km കമ്പനി പറയുന്നത്. അതിനൊപ്പം തന്നെ 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.3 seconds മതി. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ റീസണബിൾ ഒരു നല്ലൊരു എന്താ പറയുക ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടാണ് വണ്ടി വരുന്നത്. സാധാരണ ഒരു കോമൺ വണ്ടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം 190 km റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അത് എടുത്ത് പറഞ്ഞ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല S1 വരുന്നത് 4.3 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിലാണ് വണ്ടി വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ അത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അതേ സ്ഥാനത്ത് ഓലയുടെ S1X Plus നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്നത് 5 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിലാണ് വണ്ടി വരുന്നത്. പക്ഷേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ബേസ് വേരിയൻ്റ് ആണ് ഓല S1. പക്ഷെ എന്നാൽ പോലും ധാരാളം ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ള വേരിയൻ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും ആൾക്കാർ ഈ വണ്ടിയെ പ്രിഫർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരുടെയും മേജർ കൺസേണിൻ്റെ പ്രൈസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓലയുടെ S1 വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 79,999 രൂപ മുതലാണ് വണ്ടി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയാം, ഓലയുടെ S1X Plus എന്നുള്ള വണ്ടി ധാരാളം സെയിൽ നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 89,999 രൂപയ്ക്കാണ് വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 79,999 രൂപയ്ക്ക് ഓലയുടെ S1 വന്ന സ്ഥിതിക്ക് ഈ പ്രൈസ്, അതായത് S1X Plusൻ്റെ 90,000 രൂപ എന്നുള്ളത് റിവൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഓലയുടെ S1X Plus സ്വന്തമാക്കണമെങ്കിൽ 99,999 രൂപയ്ക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതായത് 1 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അത് എക്സ്ഷോറൂം വിലയാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. പ്രൈസസ് കംപ്ലീറ്റ് റിവൈസ് ആയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ ഓലയുടെ S1Xൻ്റെ 4 കിലോവാട്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റിന് 1,09,999 രൂപയും, ഓല S1Xൻ്റെ 3 കിലോവാട്ട് വേരിയൻറ്റിന് 89,999 രൂപയും, ഓല S1Xൻ്റെ 2 കിലോവാട്ട് വണ്ടിക്ക് 79,999 രൂപ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് വെറൈറ്റി ഓഫ് റേഞ്ച് ഓഫ് പ്രൈസസിലെ വണ്ടി അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ 79,999 രൂപ മുതൽ 1,47,999 രൂപ. അത് ഞാൻ പ്രോ വേരിയൻ്റാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും റേഞ്ചിൽ നിങ്ങൾക്ക് വണ്ടി പല ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സാധാരണക്കാരന് തീർച്ചയായിട്ടും വണ്ടി എടുക്കാൻ പറ്റുന്നൊരു പ്രൈസിലേക്ക് ഇലക്ട്രിക് വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓല പോലത്തെ കമ്പനി ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം എനിക്ക് തോന്നുന്നു. കാരണം നല്ല കാര്യമാണ്. അപ്പോൾ ധാരാളം ബുക്കിംഗ്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിയാൽ തന്നെ റീസെൻ്റ്ലി സെയിൽസിൻ്റെ കാര്യത്തിൽ ഓല ടോപ്പ് തന്നെയാണ്, 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതായത് ആദ്യത്തെ അപ്ഡേറ്റ്.
നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അത് സർവീസ് നെറ്റ്വർക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഓലയുടെ മേജർ ഇഷ്യൂ വന്നിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. അപ്പോൾ ആക്ച്വലി അവർ ഓല സെയിൽസിൽ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിൽസ് മാത്രം ചെയ്തൊരു കാര്യമില്ല, സർവീസും കൂടി നോക്കേണ്ടതാണ്, പക്ഷെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അവർ പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പം ഓൾ ഇന്ത്യ ലെവലിൽ പറയുകയാണെങ്കിൽ 400 സെൻറ്റേഴ്സ് ആണ് ഓലയ്ക്ക് ഉള്ളത്. അത് അവർ 600 സെൻറ്റേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതായത് വേറൊന്നുമല്ല, 600 സെൻറ്റേഴ്സ് വരെയാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് ചേഞ്ച് വരാൻ പോകുന്നത് ഏപ്രിലിനുള്ളിൽ തന്നെ ഇത്രയും ചേഞ്ചസ് വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഏപ്രിൽ 2024 ഈ ഓലയുടെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ്, അതായത് സർവീസ് സെൻറ്റേഴ്സ് 400 നിന്ന് 600 ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ നല്ല കാര്യമാണ്. ഫൈനലി ഓലയ്ക്ക് മനസ്സിലായിട്ടുണ്ട് സർവീസിൽ അവർ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ടോ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എല്ലാം അവർ അഡ്രസ്സ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കാര്യമായിട്ട് മാറുന്നു അത്. കാരണം ഇവർ സെയിൽസിന് മാത്രം ഫോക്കസ് ചെയ്തൊരു കാര്യമില്ല, സർവീസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും മനസ്സിലായിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ ഭവേഷ് അഗർവാൾ ഇന്നത്തെ ഓപ്പൺ മീറ്റിംഗിൽ, അതായത് ലൈവ് മീറ്റിംഗിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് ഓലയ്ക്ക് അത് അറിയാം, സർവീസും കൂടി അവർ നോക്കുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല കാര്യമായിട്ട് മാറുന്നത്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഓലയുടെ പെർഫോമൻസ് നല്ലതാണ്, നല്ല വണ്ടിയാണ്, വളരെ നല്ല പെർഫോമിംഗ് വണ്ടി തന്നെയാണ്. പക്ഷേ സർവീസിലാണ് എല്ലാ ആൾക്കാർക്കും ഇഷ്യൂസ് ഉള്ളത്. അപ്പോൾ അത് കാരണമാണ് എല്ലാവരും ഒന്ന് മടിക്കുന്നതും. അതുകൊണ്ട് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാത്ത മെയിൻ റീസൺസ് സർവീസ് റിലേറ്റഡ് തന്നെയായിരുന്നു. അപ്പോൾ ഓല തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് സർവീസും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. തീർച്ചയായിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയായിട്ട് മാറും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അത് വന്നിട്ട് ബാറ്ററി റിലേറ്റഡ് ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഓല ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇനി മുതൽ ഓലയുടെ വണ്ടികൾക്ക് 8 വർഷം ബാറ്ററി പാക്കിന് വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. അതിൽ വേറൊരു സന്തോഷ വാർത്ത ഉള്ളത്, ഈ 8 വർഷം നിങ്ങൾക്ക് കിട്ടുന്നത് അഡീഷണൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് 1 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ എക്സ്ഷോറൂം വിലയ്ക്കകത്ത് തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ഷോറൂം വിലയ്ക്ക് 1 ലക്ഷത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 8 വർഷത്തേക്ക് ബാറ്ററി പാക്കിന് വാറണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർ സെഗ്മെൻറ്റിൽ ടാറ്റയാണ് അങ്ങനത്തെ ഇത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ടാറ്റയ്ക്ക് വന്നിട്ട് 8 വർഷവും അല്ല 1,60,000 കിലോമീറ്ററാണ് ടാറ്റയ്ക്ക് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ടാറ്റയുടെ വണ്ടി ബുക്കിംഗ്സ് ധാരാളം ഉണ്ട്. നമ്മളിപ്പോൾ റോഡ് നോക്കിയാൽ തന്നെ ധാരാളം ടാറ്റ വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ അതേ ഒരു വിശ്വാസമാണ് ഇപ്പോൾ ഓലയും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ 8 വർഷം വാറണ്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വേറെ ഒരു വണ്ടിക്കും അത്രയും കൊടുക്കുന്നില്ല. അതായത് ഒരു ഇലക്ട്രിക് 2 വീലറിന് 8 വർഷം കൊടുക്കുന്ന വേറെ ഒരു കമ്പനി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഓല ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വരിക മാത്രമല്ല, എനിക്ക് തോന്നുന്നത് വളരെ നല്ല കാര്യമാണ്. അവർക്ക് അത്രയും ഒരു ബാറ്ററിയിലുള്ള വിശ്വാസമാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഓല എടുക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നാൻ മെയിൻ കാരണം ഈ ബാറ്ററി പാക്ക് തന്നെയായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് വണ്ടിയുടെ മെയിൻ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ്. അത് മോട്ടറും ബാറ്ററിയാണ് മെയിൻ തന്നെ. അപ്പോൾ അതിന് വാറണ്ടി കിട്ടുകയാണെങ്കിൽ, മോട്ടറിൻ്റെ കാര്യം ആക്ച്വലി പറഞ്ഞിട്ടില്ല അതിനകത്ത്, ബാറ്ററി പാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബട്ട് സ്റ്റിൽ എന്താ പറയുക, ബാറ്ററിയാണ് ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ 8 വർഷം നിങ്ങൾക്ക് വാറണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ആൾക്കാർ ഈ IC എഞ്ചിൻ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓലയിലേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആക്ച്വലി എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. കാരണം സാധാരണക്കാരന് വണ്ടി എടുക്കാൻ പറ്റുകയാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മുടെ പെട്രോളിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് വണ്ടി എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വാറണ്ടി കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ആൾക്കാർ EVയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നല്ല കാര്യമാണ് ഓല കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ പുതിയ മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും EV ഇൻഡസ്ട്രി വളരെ ഡെവലപ്പ് ആകുകയാണ്. അപ്പോൾ വേറൊരു അപ്ഡേറ്റ് ഉള്ളത്, നമുക്കിപ്പോൾ അഡീഷണൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് 1 രൂപ കൊടുക്കാതെയാണ് 8 വർഷത്തെ വാറണ്ടി കിട്ടുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് കിലോമീറ്ററിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം ഓല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് ആക്ച്വലി 2 പാക്കിലാണ്. ആദ്യത്തെ പാക്ക് വന്നിട്ട് 1 ലക്ഷം കിലോമീറ്ററിൻ്റെ പാക്കും, രണ്ടാമത്തെ പാക്ക് വന്നിട്ട് 1,25,000 കിലോമീറ്ററിൻ്റെ പാക്കും. അതിന് ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, അത് ചെറിയൊരു ചാർജ് കൊടുക്കണം. വേറെ ഒന്നുമല്ല, നിങ്ങൾ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ പാക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, വാറണ്ടി പാക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 4,999 അഡീഷണൽ നിങ്ങൾ പേ ചെയ്യണം. അതേ സ്ഥാനത്ത് നിങ്ങൾ 1,25,000 കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്ക്, ആ പാക്കാണ് എടുക്കുന്നതെങ്കിൽ, വാറണ്ടി പാക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 12,999 രൂപ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററിക്ക് നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെർത്താണ്. ഒരിക്കലും നഷ്ടം വരാൻ പോകുന്നില്ല, വളരെ നല്ല കാര്യമായിരിക്കും അത്. അപ്പോൾ എന്തായാലും ഓല ഇങ്ങനെ കൊണ്ടുവന്ന റെവല്യൂഷൻ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരുന്നുണ്ട്. വിപ്ലവം കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം എന്താണെന്നുള്ളത്. എന്തായാലും നല്ല കാര്യം എനിക്ക് തോന്നുന്നു. ഓല അങ്ങനെ വീണ്ടും എന്താ ടോപ്പിലേക്ക് വരാനാണ് ചാൻസ്. ഓൾറെഡി ടോപ്പിലല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ സർവീസും കൂടി അവർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1ാം സ്ഥാനത്തേക്ക് ഓല വീണ്ടും ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംശയവുമില്ല. അപ്പോൾ എന്നോട് നിങ്ങളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഓല വെർത്താണോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെർത്താണ്. ആക്ച്വലി ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ അത് ചോദിച്ചു, എന്താ വെർത്തല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, തീർച്ചയായിട്ടും വെർത്താണ്. കാരണം ഇപ്പോൾ ഇത്രയും ഓഫേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ആക്ച്വലി ഓഫറല്ല, ഇത്രയൊരു പ്രൈസ് റിഡക്ഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 8 വർഷം വാറണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പെട്രോൾ വണ്ടിയിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിൽ പ്രീ ബുക്കിംഗ് ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ വണ്ടി പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മുതൽ വണ്ടി ഡെലിവറി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാവേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയി പോയി, കാരണം കുറേ അപ്ഡേറ്റ്സ് ഉള്ളതാണ് ലെങ്തി ആയി പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.